ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിനകത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദുർബലമായ പല പൊസിഷനുകളും ശക്തിപ്പെടുത്താൻ റയൽ ആലോചിക്കുന്നു എന്ന കാര്യം കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ ജനുവരിയിൽ ആരെയും സൈൻ ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം റയൽ എടുത്തു. അത് അവർക്ക് തിരിച്ചടിയായി മാറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് വരുന്ന സമ്മറിൽ മാറ്റങ്ങൾ വരുത്താൻ അവർ ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 3 പൊസിഷനുകളിലേക്ക് താരങ്ങളെ എത്തിക്കാനാണ് റയൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരും. അത് അലക്സാണ്ടർ അർണോൾഡ് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ. അദ്ദേഹം ക്ലബിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഡീൽ പൂർത്തിയായിട്ടില്ല എന്ന കാര്യം കൂടി മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലെഫ്റ്റ് ബാക്കിനെയും ഒരു മിഡ്ഫീൽഡറെയും കൊണ്ടുവരാൻ റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മധ്യനിര താരമായി കൊണ്ട് അലക്സിസ് മാക്കാലിസ്റ്ററെയാണ് റയൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. റയൽ മാഡ്രിഡ് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ താരമാണ് അർജന്റീൻ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് റയൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് മിലോസ് കിർക്കിസ് എന്ന താരത്തെയാണ്. ഹംഗേറിയൻ താരമാണ്, യുവതാരമാണ്, 21 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്രീമിയർ ലീഗിൽ വളരെയധികം എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനുണ്ട്. ബേൺമൗത്തിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത്. ഈ താരത്തിൽ വലിയ താല്പര്യം റയൽ മാഡ്രിഡ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റൈറ്റ് ബാക്ക്, ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു മിഡ്ഫീൽഡർ, ഈ 3 പൊസിഷനുകളിലേക്ക് അടുത്ത സമ്മറിൽ താരങ്ങൾ റയലിലേക്ക് എത്തും എന്നാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.